ഭർത്താവിൻ്റെ വീട്ടിൽ ബോധം കെട്ട് കിടക്കുന്ന ഭാര്യയെ ഭർത്താവിൻ്റെ മാതാവും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചില്ല. 4 വയസ്സുള്ള മകളെ അനാഥമാക്കിയിട്ട് ഉണ്ണിമായ എന്ന് പറയുന്ന സഹോദരി ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ ഒരു വാർത്തയാണ് തൃശ്ശൂർ ആനക്കല്ലിൽ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നും ഇന്ന് കേൾക്കാൻ വേണ്ടി സാധിച്ചത്. ഈ ഉണ്ണിമായ എന്ന് പറയുന്ന സഹോദരി ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു. അവരുടെ ഭർത്താവിൻ്റെ പേര് ശിവപ്രസാദ് എന്നാണ്. ഉണ്ണിമായക്ക് ഏകദേശം 30 വയസ്സ് മാത്രമാണ് പ്രായം. ശിവപ്രസാദ് എന്ന് പറയുന്ന വ്യക്തി പച്ചക്കറിയുടെ ഹോൾസെയിൽ കട നടത്തുന്ന ഒരാളാണ്. ഇന്ന് രാവിലെ സാധാരണ പോലെ എല്ലാ ജോലികളും കഴിഞ്ഞ ശേഷം ഭക്ഷണമെല്ലാം കഴിച്ച് സ്പ്രേ അടിക്കാൻ മറന്നു പോയത് കൊണ്ട് തിരിച്ച് വീടിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. ഉണ്ണിമായ താമസിച്ചത് വീടിൻ്റെ മുകളിലും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ മാതാവ് താമസിച്ചത് വീടിൻ്റെ താഴെ നിലയിലുമായിരുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ആ ഒരു സമയത്ത് മുകളിലേക്ക് കയറിപ്പോയ സമയത്ത് ശിവപ്രസാദുമായിട്ട് വഴക്കിൽ ഏർപ്പെടുകയാണ്. ഈ ശിവപ്രസാദ് എന്ന് പറയുന്ന വ്യക്തി ഒരു സംശയ രോഗിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഒരുപാട് തവണ പല ആവർത്തികൾ വഴക്കിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ചൊടിച്ചിട്ട് അവരുടെ സ്വന്തം വീട്ടിൽ പോയി താമസിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ അത്തരത്തിൽപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശിവപ്രസാദ് ആ വീടിൻ്റെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നു മകളെവിടെയെന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. ആ സമയത്ത് അമ്മ മുകളിലെ നിലയിലേക്ക് കയറി നോക്കിയ സമയത്താണ് ബോധം കെട്ട് കിടക്കുന്ന ഉണ്ണിമായയെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ സമയത്ത് അമ്മ ഒച്ച വെക്കുന്നു. നാട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും അപ്പുറമുള്ള ആൾക്കാരും എല്ലാം മൂടി വന്നതിന് ശേഷം ഈ ഉണ്ണിമായെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചില്ല എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഇത്തരത്തിൽപ്പെട്ട ക്രൂരമായ കൊലപാതകത്തിലേക്ക് കടക്കുന്നത് ഈ അടുത്തിടെ നമുക്ക് ഒരുപാട് വാർത്തകളിൽ കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് വിശദമായി അതിൻ്റെ ഒരു വാർത്ത നമുക്കൊന്ന് കാണാം. അതെ, വളരെയധികം ദാരുണമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ ഉള്ളത് ആനക്കല്ലിൽ ഈ കൊലപാതകം നടന്ന വീട്ടിലാണ്. ഇവിടെ ഉണ്ടായിരുന്ന ശിവപ്രസാദും അതുപോലെ തന്നെ ഭാര്യ ഉണ്ണിമായയും അവരുടെ കുഞ്ഞുണ്ട്, ഒപ്പം അവരുടെ അമ്മയും ഈ വീട്ടിലാണ് താമസിച്ചത്. ഇന്ന് ഏതാണ്ട് രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നതെന്നാണ് നാട്ടുകാരിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ശിവപ്രസാദ് ഒരു തൃശ്ശൂരിലെ മാർക്കറ്റിലൊരു ഹോൾസെയിൽ പച്ചക്കറി വിതരണ സ്ഥാപനം നടത്തുന്ന ആളാണ്. ഭാര്യയ്ക്കും ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയുണ്ട്. ഉണ്ണിമായ ഇന്ന് രാവിലെ ജോലിക്കൊക്കെ പോകുവാൻ വേണ്ടി തയ്യാറായി ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങി വന്നതിന് ശേഷം മുറിക്കകത്ത് പ്രവേശിച്ചു. അപ്പോൾ അവിടെ വെച്ചാണ് ഈ സംഭവം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെ ഈ ശിവപ്രസാദിന്റെ അമ്മ ഇറങ്ങി വന്ന് അലറി കരഞ്ഞ് ഇറങ്ങി വരികയായിരുന്നു. അമ്മയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാരൊക്കെ ഈ സംഭവം അറിയുകയും ഈ വീട്ടിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തത്. കഴിഞ്ഞ ദിവസം വിഷുവിനൊക്കെ ഉണ്ണിമായ ഇവരുടെ വീട്ടിലായിരുന്നു. അതിനുശേഷം ഒരു 3-4 ദിവസം മുൻപ് മാത്രമാണ് ഉണ്ണിമായ ഈ വീട്ടിലേക്ക് വന്നതെന്ന് നാട്ടുകാർ പറയുന്നു. അവരുടെ കുഞ്ഞ് ഇപ്പോഴും 4 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവള് ഇപ്പോഴും അമ്മ വീട്ടിൽ തന്നെയാണ് തുടരുന്നത്. നമുക്ക് ഈ ശിവപ്രസാദ് എന്ന് പറയുന്ന വ്യക്തി ഒരു സംശയ രോഗിയാണ് എന്ന് തന്നെയാണ് അയൽവാസികളും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് ആൾക്കാരുടെയും ഭാഗത്ത് നിന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ട് അവിടുത്തെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറയുന്നത് ഇന്ന് രാവിലെയാണ് അവർ പോലും ഇത്തരത്തിൽപ്പെട്ട ഒരു വാർത്ത കേൾക്കുന്നത് എന്നുള്ളതാണ്. നാട്ടിൽ ഇത്തരത്തിൽപ്പെട്ട ഒരു വാർത്ത ഇതിൻ്റെ മുന്നേ ഒന്നും ആരും അറിഞ്ഞിരുന്നില്ല. കാരണം ഈ സഹോദരിയുമായിട്ട് വഴക്കുണ്ടായിരുന്നു എങ്കിലും വിഷുദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിമായും അതുപോലെ തന്നെ 4 വയസ്സുള്ള മകളും അവരുടെ വീട്ടിലേക്ക് പോയതിനു ശേഷം തിരിച്ച് സ്വന്തം മകളെ ഈ വീട്ടിലേക്ക് ഉണ്ണിമായ കൊണ്ടുവന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവരുടെ വീട്ടിൽ നിർത്തിയതിനു ശേഷമാണ് ഉണ്ണിമായ തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് ആ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും അതുപോലെ തന്നെ മെമ്പറുടെയും അഭിപ്രായം എന്താണ് നമുക്ക് അതുകൂടി കേൾക്കാം. ഞാനിപ്പോൾ പഞ്ചായത്തിൽ വന്നപ്പോഴാണ് അറിയണത് ഇതിങ്ങനെ ഒരു ഭർത്താവ് ഭാര്യനെ കഴുത്ത് ഞെരിച്ച് കൊന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരുമില്ല, അടച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ അപ്പുറത്തെ ബന്ധു വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി അമ്മേനെ കണ്ടു. അപ്പോൾ അമ്മ പറഞ്ഞത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അവൾ ജോലിക്ക് പോകാൻ ഡ്രസ്സൊക്കെ മാറി വന്നു. അപ്പോൾ അമ്മ ഇഡ്ഡലിയും ചായയൊക്കെ കഴിക്കാൻ അവൾക്ക് എടുത്ത് വെച്ചപ്പോൾ ഞാനിപ്പോൾ വരാൻ സ്പ്രേ അടിക്കാൻ മറന്നു അമ്മയെന്ന് പറഞ്ഞിട്ട് ഇവള് മുകളിലേക്ക് പോയതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഉണ്ടായത്. അത്തിരി കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങി വന്നു. ഞാൻ ചോദിക്കുക അമ്മൂടെ എന്താ ഉണ്ടായത്. ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഞാൻ അവളെ കൊന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്മ ഓളിയിട്ട് കരഞ്ഞു. അപ്പോൾ നാട്ടുകാരൊക്കെ ഓടി വന്നത് അപ്പോഴാണ് പറഞ്ഞത്. അങ്ങനെയാണ് കേട്ടത്. മുകളിലത്തെ നിലയിലായിരുന്നു അവർ താമസിച്ച റൂം മുകളിലാണ്, അമ്മ അടിയിലുണ്ടായിരുന്നു. ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ടോ അങ്ങനെ എന്തെങ്കിലും അറിയാമോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞ സംഭവങ്ങളാണിത്. ഒരു മകളുണ്ടല്ലേ, ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് അവളുടെ വീട്ടിലാണെന്ന് പറഞ്ഞത്. ഇവർ വിഷുവിന് പോയിട്ട് 4 ദിവസമായിട്ടുള്ള ഇവിടേക്ക് വന്നിട്ടെന്ന് പറഞ്ഞവൾ. അപ്പോൾ കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ടാണ് ഇവള് വന്നത്. ഇവള് ജോലിക്ക് എല്ലാ ഡ്രസ്സും മാറി വന്നതാണെന്ന് പറയുന്നത്. ചെന്നപ്പോൾ അവൻ ഞാൻ അവളെ കൊന്നു, കഴുത്ത് ഞെരിച്ച് കൊന്നു എന്നാണ് അമ്മോട് പറഞ്ഞിരുന്നു. വന്നിട്ട്
അപ്പം അമ്മ അവരും ഇന്നത്തോടു കൂടി മാത്രമാണ് ഈ വിവരങ്ങൾ അറിയുന്നത്. പക്ഷേ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഭർത്തൃമാതാവ് അപ്പുറത്തെ അയൽവീട്ടിൽ താമസിക്കുന്നുണ്ട്. അവിടെ പോയി വിവരങ്ങളെല്ലാം അന്വേഷിച്ച ശേഷം സ്വന്തം മകനാണ് ഇത് ചെയ്തത്, ഞാൻ ഉണ്ണിമായെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്ന് അമ്മയോട് തന്നെ കുറ്റസമ്മതം നടത്തിയതാണ്. അതിനുശേഷം പോലീസ് വന്നതിന് ശേഷം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. വക്കീലിൻ്റെ അടുത്ത് വെച്ചാണ് നമ്മുടെ ശിവപ്രസാദിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പച്ചക്കറി കടയുടെ ഹോൾസെയിൽ നടത്തുന്ന ഒരു വ്യക്തിയാണ്. സ്വകാര്യ സ്ഥാപനത്തിലെ ഒരു അക്കൗണ്ടൻ്റായിട്ടാണ് നമ്മുടെ ഉണ്ണിമായ ഇതുവരെ വർക്ക് ചെയ്ത് വന്നത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കേരളത്തിൽ തീർച്ചയായിട്ടും ഇത്തരം മരണങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു വീഡിയോ ആണ്. രാവിലെ മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. പൊന്നാനിയിൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഭാര്യയെ കടപ്പുറത്ത് വെച്ച് കൊന്നതിന് ശേഷം മണ്ണിട്ട് മൂടിയ ഒരു വാർത്ത നമ്മൾ ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് അതുപോലെ താരതമ്യം ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതും സംശയത്തിൻ്റെ മുകളിൽ നടന്ന ഒരു കൊലപാതകമായിരുന്നു. ഇതും അതുപോലെ തന്നെയാണ്. ഭാര്യയിലുണ്ടാകുന്ന സംശയമാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു വലിയ കൊലപാതകത്തിലേക്ക് ഭർത്താവായ ശിവപ്രസാദിനെ നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ജീവിതത്തിൽ യാതൊരു കാരണവശാലും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് 100% നിങ്ങൾക്ക് ഉറപ്പുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വിവാഹത്തിൽ നിന്ന് പിന്മാവുകയും മറ്റൊരു വിവാഹത്തിലേക്ക് നിങ്ങൾക്ക് കടക്കുകയോ കടക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മെച്ചമെന്ന് പറയുന്നത് അദ്ദേഹത്തിനും ജീവിതം കിട്ടും, നിങ്ങൾക്കും ജീവിതം കിട്ടും, നിങ്ങളുടെ മക്കളുടെ ജീവിതം സേഫ് ആവുകയും ചെയ്യും. ഇത്തരത്തിൽപ്പെട്ട ഒരു പ്രവൃത്തിയിലേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ മകളും അനാഥമായി, അതുപോലെ തന്നെ ഉണ്ണിമായ മരണപ്പെടുന്നു. ഭർത്താവാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി ജയിലുമായിരിക്കും. 3 പേരുടെ ജീവിതമാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ആ ഒരു കുടുംബത്തിന് നഷ്ടമാവുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഒരു വീണ്ടും വിചാരം എല്ലാ കാര്യത്തിലും തീർച്ചയായിട്ടും നമുക്ക് വേണം. നമ്മുടെ കുട്ടികൾ ഇത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ മാതാപിതാക്കളും അതുപോലെ തന്നെ ആ നാട്ടിലുള്ള നല്ലവരായ മനുഷ്യരും കുടുംബക്കാരും എല്ലാം ഇടപെടണം. അതിനൊരു തീരുമാനം ഉണ്ടാക്കുകയും വേണം. അല്ലാത്ത പക്ഷം മൂടി വെച്ച് അവസാനം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽപ്പെട്ട വലിയ ഒരു അപകടത്തിലേക്കായിരിക്കും കൊണ്ട് ചെല്ലുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.